ഇതേ കുറച്ചൊന്ന് ഓടിച്ചിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയുക, മറ്റ് ഡ്യൂക്കുകൾ പോലെയല്ല കേട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഡ്യൂക്ക് 125 അല്ലെങ്കിൽ 200 പോലെയല്ല വണ്ടി. എന്താ പറയുക, വണ്ടി ഒരു up to 80 വരെ ഒരുപാട് വൈബ്രേഷൻ ഇല്ല, നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്, നല്ല റിഫൈൻഡ് ആണ്. വണ്ടിക്ക് ഒരു ഷോർട്ട് ഗിയറിംഗ് സിസ്റ്റം വരുന്നത് കേട്ടോ. എനിക്ക് ഡ്യൂക്ക് 200 ഭയങ്കര ഷോർട്ടർ ഗിയറിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം അടിക്കടി ഗിയർ മാറ്റണം, വണ്ടി പടയേന്ന് 80 എത്തും. ഓ ഷിറ്റ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു KTM വൈറ്റ്ല, അവരാണ് ഒരു വണ്ടി നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ വിശേഷം പറഞ്ഞുതരാം. വണ്ടിയുടെ ഫ്രണ്ട് ടു ബാക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു കമ്പയർഡ് ടു ഡ്യൂക്ക് 200 and 125. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫിനാൻസ് സ്കീം പറഞ്ഞുതരാം, ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു പ്രൈസ് ബ്രാക്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന മറ്റ് ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്നും കൂടി ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താ പറയുക, ഒരു രക്ഷയിലട്ടോ കാണാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡ്യൂക്ക് 200 പോലെ തന്നെ ഇരിക്കും. നിങ്ങൾ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതൊരു 160 ആണെന്ന് പറയില്ല, എക്സെപ്റ്റ് ഈ ഒരു സ്റ്റിക്കർ നോക്കിക്കഴിഞ്ഞാൽ പറയും. അല്ലാത്ത പക്ഷം ഡ്യൂക്ക് 200 ആയിട്ട് ഭയങ്കര ഐഡൻറ്റിക്കലാണ്. പിന്നെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ടയർ കുറച്ച് സ്ലിമ്മറാണ്, അതിനകത്തേക്ക് ഞാൻ വരാം. സോ വണ്ടിയുടെ ലുക്സ് വൈസ് എന്താ പറയുക, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു Gen 2 ഡ്യൂക്ക് 390 ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ഡ്യൂക്ക് 250 വന്നു, ഡ്യൂക്ക് 200 വന്ന ആ ഒരു ഡിസൈനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ. സോ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സാക്ട് സെയിം ഹെഡ് ലൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. ഐ തിങ്ക് പറഞ്ഞൊന്നും തോന്നരുത്, MT വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റൻ്റ്ലി ഈ വണ്ടിയുടെ ഒരു വിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. ഒരു രക്ഷയില്ല. ഈ വണ്ടി എവിടെ കൊണ്ടിട്ടാലും 10 പേര് നോക്കും കമ്പയർ ടു MT. പിന്നെ കൺസോൾ കുറച്ച് കയറിയാണ് ഇരിക്കുന്നത്. പ്രീവിയസ്ലി ഇതിൻ്റെ മേളിലായിരുന്നു ആ ഒരു ഡ്യൂക്ക് 390, അത് മാറ്റിയിട്ട് ഡ്യൂക്ക് 200 കൊണ്ടുവന്ന പോലെ ഹാൻഡിലിൻ്റെ മേളിലാണ് ഇപ്പോൾ കൺസോൾ ഇരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് അവർ ആ ഒരു 43mm ഫോർക്ക് ഡിച്ച് ചെയ്തിട്ട് ഇപ്പോൾ 30mm എൻഡൂറൻസിൻ്റെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ഫസ്റ്റ് ടൈമാണ് KTMൽ WP അല്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ ഫോർക്ക് അവർ യൂസ് ചെയ്യുന്നത്. അത് ഡ്യൂക്ക് 160 ഒരുപാട് മെലിഞ്ഞായിട്ട് തോന്നില്ല. ഔട്ടർ ട്യൂബ് അത്യാവശ്യം നല്ല വണ്ണുണ്ട്. ഇവിടെ ആണെങ്കിൽ എൻഡൂറൻസിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ അവർ എക്സാം സെയിം ആയിട്ടുള്ള ഒരു ഫെൻഡർ കാണാം, പിന്നെ ഹോളോ ആയിട്ടുള്ള ആക്സിൽ കാണാം, വെയിറ്റ് റിഡക്ഷനാണ്. പിന്നെ നമ്മുടെ Gen 3 ഡ്യൂക്കിൽ കണ്ടുവന്ന പോലത്തെ ആ ഒരു വീല് ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ് കേട്ടോ. അൺസ്പ്രങ് മാസ് കുറയ്ക്കാനായിട്ട് ആ ഒരു ലൈറ്റ് വെയിറ്റ് വീൽസാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 110 സെക്ഷൻ തന്നെ ടയർ തന്നെയാണ്. MRFൻ്റെ FX2 എന്ന് പറഞ്ഞ ടയറാണ്. അത് പോകാൻ പറ്റുമോ? പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ വളരെ മാസീവായിട്ട് നമ്മുടെ Gen 3 ഡ്യൂക്കിൽ കണ്ടുവന്ന പോലത്തെ ആ ഒരു 320mm വളരെ മാസീവായിട്ടുള്ള ഡിസ്ക്കാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ഐ തിങ്ക് 160cc ഈവൻ 200cc വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡിസ്ക് ഈ ഒരു വണ്ടിക്കാണ്. 320mm വളരെ മാസീവായിട്ടുള്ള ഡിസ്ക്കാണ്. അത് കൂടാണ്ട് തന്നെ സീ ദിസ് മാൻ, റേഡിയൽ മൗണ്ടഡ് കാലിപ്പറാണ് ഇതിൽ വന്നേക്കുന്നത്. ഓ മാൻ, ടിപ്പിക്കൽ ഒരു ആക്സിൽ മൗണ്ട് അല്ല, റേഡിയൽ മൗണ്ട് കാലിപ്പറാണ്. ഇരിക്കുന്ന നോക്ക് അകത്തേക്കാണ്. സോ കുറച്ചും കൂടി ബ്രേക്ക് ഫീൽ ഇതിന് കൂടുതലായിരിക്കും കമ്പയർ ടു ആക്സിയൽ മൗണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള റേഡിയേറ്റർ കാണാനായിട്ട് പറ്റും. വളരെ വലിയ റേഡിയേറ്റർ ആണ് കേട്ടോ. അത് ശരിക്കും വണ്ടി ട്രാഫിക്കിലേക്ക് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഭയങ്കര സൗണ്ടാണ് ഈ റേഡിയേറ്ററിൽ നിന്ന്. യെസ്, ടിപ്പിക്കൽ ഒരു ഡ്യൂക്ക് 200 ഡ്യൂക്ക് 250 ആ ഒരു ക്യാരക്ടറാണ്. ശരിക്കും ഭയങ്കര നോയ്സാണ്. നമ്മൾ വണ്ടിയുടെ സൗണ്ടിനേക്കാളും കൂടുതൽ ഈ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ഇതിലും ഉണ്ട്. സൈഡിൽ വരുവാണെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈഡ് ഫെയറിംഗ് കാണാനായിട്ട് പറ്റും. ആ ഒരു എക്സ്റ്റൻഷൻ കാണാനായിട്ട് പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിൽ ചിലവർ X3 X2 കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കിറ്റൊക്കെ ഇടണം കാണാനുണ്ട്. ഇൻസ്റ്റയിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിലും അത് സ്യൂട്ടബിൾ ആണ്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി ഇത് മെറ്റൽ ടാങ്കാണ്. അവർ കുറച്ചിട്ടുണ്ട്, 30 ലിറ്ററിൽ നിന്ന് 10 ലിറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതെങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഡിസൈനൊക്കെ എക്സാക്ട് സെയിം ആണ്. ഇപ്പോൾ ഒരു 10 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കണം 40-45 ഇടയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ കൈ കൊടുത്തു പോകും. ഷോർട്ടർ ഗിയർ സിസ്റ്റമാണ്. സോ നമ്മൾ കൈ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 40 കിട്ടുള്ളൂ. അല്ലാണ്ട് ഡീസൻ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ 45 വരെ കമ്പനി പറയുന്നുണ്ട്. സോ ചിലപ്പോൾ അത് മേളിൽ കിട്ടിയേക്കാം. പിന്നത്തെ ഒരു വെയിറ്റ് അവർ റെഡ്യൂസ് ചെയ്തത് ഈ ഒരു ഫ്രെയിമിലാണ്. അത് കാണാനായിട്ട് പറ്റും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രെയിമിനകത്തും വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഹെഡ് കണ്ടല്ലോ, ഞാൻ അതിലാണ് KTMൻ്റെ ഹെഡ് ഇത്ര ക്ലീൻ ആയിട്ട് കാണുന്നത്. എന്തിന് ഈവൻ കൈ പോലും ഹെഡിൻ്റെ മേളിൽ വയ്ക്കുന്നത് നോക്കി, അത്ര ചെറുതാണ് ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത്. ഇതൊരു 164cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 18.7 bhp ആണ്. അതും ഐ തിങ്ക് 9000 RPM എങ്ങാണ്ടാണ്. ടോർക്ക് എന്ന് പറയുന്നത് 50.1 Nm ആണ്. അതും MT വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു BS പവറും ഏകദേശം ഓൾമോസ്റ്റ് ഒരു BS പവറും ടോർക്ക് ഏകദേശം 1 Nm ടോർക്കും അധികം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ചും ഉണ്ട്, അസിസ്റ്റും ഉണ്ട്. സോ ഈസിയർ ക്ലച്ച് പുള്ളാണ്. അതുകൂടാണ്ട് തന്നെ റിയർ വീല് ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ഇതിൽ വരുന്നില്ല. കുറച്ച്
കുറച്ച് ഓടിച്ചായിരുന്നു. അത് വെച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് ഗിയറാണ്. യെസ്, വളരെ ഷോർട്ട് ഗിയറാണ് കമ്പയർഡ് ടു ഏകദേശം ഡ്യൂക്ക് 200 ആ ഒരു ഗിയറിംഗ് സിസ്റ്റം പോലെ തന്നെ തോന്നുന്നുണ്ട്. അടിക്കടി ഗിയർ മാറും. സോ സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഞാൻ തേർഡ് ഗിയറിൽ ഞാൻ ഓടിച്ച് കാണിച്ചു തന്നു. വളരെ ട്രാക്റ്റബിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഓടിച്ച് നടക്കാനായിട്ട് പറ്റും. പിന്നെ മോട്ടോർ സൈഡ് ആ ഒരു സ്പ്ലിറ്റ് ഷാസിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പലരും ഇതിൻ്റെ പ്രൈസ് കാണുമ്പോൾ പറയും ഓവർ പ്രൈസാണ് ബ്രോ, ഭയങ്കര കൂടുതലാണ് ബ്രോ. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഫീച്ചർ നോക്കുക, എന്നിട്ട് പറ. ലൈറ്റ് വെയ്റ്റ് വീൽസ്, 320 ഡിസ്ക്, റേഡിയൽ മൗണ്ടഡ് കാലിപ്പർ, ഈ ഒരു ലുക്സ്, സ്പ്ലിറ്റ് ഷാസി, ഇങ്ങനെ നോക്കുമ്പോഴാണ് എവിടെയാണ് നിങ്ങൾ ആ ഒരു 1.85 ലാക്ക് സ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു അലുമിനിയം സ്വിങ്ങാമാണ്. അത് വെറും അലുമിനിയം സ്വിങ്ങാമല്ല, ലൈറ്റ് വെയ്റ്റ് ഉള്ള അലുമിനിയം സ്വിങ്ങാമാണ്. സോ ആ ഒരു പ്രൈസ് വരാനുള്ള റീസൺ ഇതൊക്കെയാണ്. അണ്ടർബെല്ലി എക്സോസ് ആണ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ടിപ്പിക്കൽ ഒരു KTM എക്സോസ് അല്ല, ഒരു പൾസർ വൈബ് അടിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടിപ്പിക്കൽ KTM സൗണ്ടാണ്. കിട്ട് വൺസ് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രും എന്ന് പറഞ്ഞ സാധനം കണ്ടോ, അത് ഞാൻ പൾസറിൽ കണ്ടെന്ന് വെച്ചൊരു സാധനമാണ്, അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ടയർ സൈസ് അവർ കുറച്ചിട്ടുണ്ട്. 150 അല്ല 140 ആണ്. പക്ഷേ എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഇത് 140/70 അല്ല, ഇത് 140/60 ആണ്. യെസ്, നമ്മൾ ഈ FC, ഹോർണറ്റ് അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ബൈക്സിൽ കണ്ടുവന്ന പോലത്തെ ടയറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അല്ലാതെ MT, R15 അങ്ങനത്തെ വണ്ടി പോലത്തെ 140/70 അല്ല, ഇത് 140/60 ആണ്. സോ കുറച്ചും കൂടി സ്ലിമ്മർ പ്രൊഫൈലായിട്ട് നിങ്ങൾക്ക് തോന്നും ഫോട്ടോ കാണുമ്പോഴത്തേക്കും. ഈ ഒരു സൈസ് വളരെ സ്ലിമ്മർ ആയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് റേഡിയലാണ്. യെസ്, 140/60 എന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് റേഡിയൽ ടയറാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കൂടെ ഭയങ്കര ഈസിയായിട്ട് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി ഫ്ലിക്കബിൾ ആണ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ഓടിക്കാനായിട്ട്. ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് ആയിക്കൂടി ബുദ്ധിമുട്ട് തോന്നിയത് റേഡിയേറ്റർ നല്ല ലൗഡാണ്. ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴത്തേക്കും വൂന്നും പറഞ്ഞാൽ ഒരു തുടങ്ങി കഴിഞ്ഞാൽ നല്ല ലൗഡായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ റാബറിൽ കാണാം, ഇത് അവർ ചെറുതാക്കിയിട്ടുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ്. പക്ഷേ പിടിച്ചിരിക്കാൻ പറ്റും കേട്ടോ, വെയിറ്റ് കുറയ്ക്കാനാണ് അവർ ചെറുതാക്കിയത്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ സെയിം ആസ് ദി ഡ്യൂക്ക് 200. ടയർ ഹഗർ ഉള്ളതുകൊണ്ട് തന്നെ ടയറിൻ്റെ വലിപ്പക്കുറവും തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്സ് ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഐ തിങ്ക് ഡ്യൂക്ക് 200 ഇങ്ങനെ അല്ല എന്നാണ് തോന്നണേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ 230mm ഡിസ്ക് കാണാൻ ശ്രദ്ധിക്കുക. ഇത് ഡ്യുവൽ ചാനൽ ABS ആണ്. പ്ലസ് യു ഹാവ് ആൻ ഓപ്ഷൻ ടു ടേൺ ഓഫ് ദി റിയർ ABS. യെസ്, സൂപ്പർ മോട്ടോ മോഡ് ഇതിലുണ്ട്. അതൊരു ഫാമിലി ആണല്ലോ, KTMൻ്റെ ഒരു ഫാമിലി ആണല്ലോ. ഇതിലൊരു 100cc വണ്ടി ലോഞ്ച് ചെയ്താലും അതിലും കാണും സൂപ്പർ മോട്ടോ. ഒരു ഒതുങ്ങിയിരിക്കുന്ന സാരി കാർഡ് കാണാം. പിന്നെ ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ഗിയർ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ KTM ആണ്. നമ്മുടെ ഡ്യൂക്ക് 200 പോലത്തെ ഗിയർ ബോക്സാണ്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുത്തെടുത്തറിയും, ടൈറ്റ് അല്ല കേട്ടോ. നിങ്ങൾ എടുത്തെടുത്തറിയെന്ന് പറയുമ്പോഴത്തേക്കും ടൈറ്റ്നെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഓരോ ഗിയറിലേക്ക് ഇടുന്ന നല്ല എൻഗേജിങ് ആയിട്ട് അറിയുന്നുണ്ട്. സോ അടിപൊളി ഗിയർ ബോക്സ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ Gen 3 ഡ്യൂക്ക് 390 വണ്ടികളിൽ കണ്ടുവന്ന പോലത്തെ എക്സൈസ് ചെയ്യുമ്പോൾ സ്വിച്ച് ഗിയർ ആണ്. ഇവിടെ പാസ് ഉണ്ട്, കോഷൻ ലാമ്പ് ഉണ്ട്, അപ്പ് ഡൗൺ എൻ്റർ ഉണ്ട്, ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണുണ്ട്. ഇപ്പർ സൈഡ് ഫെയർലി സിമ്പിളാണ്. നമുക്കിവിടെ ഒരു എഞ്ചിൻ ഗിൽ സ്വിച്ച് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റാർട്ടർ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, റൈഡറിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഹാൻഡിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കൺസോൾ ഞാൻ പറഞ്ഞു ഹാൻഡിലിൻ്റെ മേളിലാണ്, മുന്നിട്ട് ഒന്നും ഇല്ലാത്തൊരു ഫീല് ഇതിൽ തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു Gen 1 കണ്ടുവന്ന പോലത്തെ ആ ഒരു മിറർ കാണാനായിട്ട് പറ്റും. വലിയ തിരക്കേടില്ല കേട്ടോ. അത് അത്യാവശ്യം നമുക്കിങ്ങനെ തിരിച്ച് മാറ്റി മറിച്ചൊക്കെ നോക്കാനായിട്ട് വരുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഞാൻ പറയാം, കീ ഇൻസേർട്ട് വരുന്നത് ടാങ്കിൻ്റെ നടുക്കാണ്, വലിയ കാര്യം. അപ്പോൾ അതായിരുന്നു ഡ്യൂക്ക് 160യുടെ വിശേഷങ്ങൾ. പറഞ്ഞോട്ടോ, ഒരു രക്ഷയില്ല, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നോക്കിയേ, വാവ്, വളരെ ബ്യൂട്ടിഫുൾ. സീറ്റൊക്കെ വളരെ ലോങ്ങറാണ് കേട്ടോ. നോക്കിയേ, ഇവിടം വരെ സീറ്റ് പോകുന്നുണ്ട്, ഡിബട്ടം വരെ സീറ്റ് പോകുന്നുണ്ട്, കുഷനിങ് കൂട്ടിയിട്ടുണ്ട്. കമ്പയർഡ് ടു ഡ്യൂക്ക് 200 അത്ര ഹാർഡായിട്ട് തോന്നുന്നില്ല. സീറ്റിൽ ലെങ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്, കൈ വെച്ച് നോക്കി, ഇത്രയും വരെ ഡ്യൂക്ക് സീറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്, യെസ്, നല്ലൊരു പില്ലൻ സീറ്റ് ഉണ്ട്. അത് MT വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല പില്ലൻ സീറ്റാണ്. അത് കൂടാണ്ട് തന്നെ യെസ് അഗൈൻ ഗ്രാബിളും വരുന്നുണ്ട്. കണ്ടോ നല്ലൊരു ഗ്രാബിളും വരുന്നുണ്ട്. MT 15ൻ്റെ ആകെ ഒരു പോരായ്മ എന്ന് പറയുന്നത് സീറ്റാണ്. യെസ്, ബാക്കിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു റൈഡറിൻ്റെ മുതുകത്ത് ഒട്ടിയിരിക്കുന്ന പോലത്തെ ഫീലാണ്. ഭയങ്കര ബോറാണ് ബാക്കിൽ നിന്ന് കാണാനായിട്ട്. ഓടിക്കുന്നവർക്ക് അത്ര തോന്നുന്നില്ല, ബട്ട് പിന്നീട് കാണുമ്പോൾ നല്ല അസൽ ബോറാണ്. അത് ഇത് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസിൽ നമുക്ക് വേറെ എന്തൊക്കെ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ഓപ്ഷനുകളുണ്ട്. ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുതിയ എക്സ്ട്രീം 250R ആണ്. യെസ്, എക്സ്ട്രീം 250R വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം, നിങ്ങൾ ഈ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നത് ഒരു KTMൻ്റെ ഷോറൂമിലാണ്, നിങ്ങൾ സർവീസ് ചെയ്യുന്ന ഒരു KTM ഷോറൂമിലാണ്. നിങ്ങളൊരു KTM ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്തൊരു ഫീൽ കിട്ടും. അപ്പോൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഹീറോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡെസ്റ്റിനി കാണും, വിട കാണും. സോ യു ഹാവ് ആ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങളവിടെ മിസ് ചെയ്യാണ്. അടിപൊളി എഞ്ചിനാണ് 250cc. ബട്ട് ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആൻഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഹീറോ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പിന്നെ ഇതൊരു ഓപ്ഷൻ പലരും പറഞ്ഞാണ്
CB300F നോക്കാം. യെസ്, നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾ കമ്മ്യൂട്ടിങ്ങിന് പോകണമെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. ബട്ട് ചിലർക്ക് അത്രയും പവറിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിലില്ലാത്ത ഒരുപാട് ഫീച്ചർ ഇതിനുണ്ട്. ബെറ്റർ ഷാസി, സ്പ്ലിറ്റ് ഫ്രെയിം, കുറച്ചുകൂടി നല്ല ബ്രേക്സ്, റേഡിയൽ മൗണ്ട് കാലിപ്പർ, റേഡിയൽ ടയേഴ്സ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന് ഒരുപാട് ഫീച്ചർ കൂടുതൽ വരുന്നുണ്ട്. യെസ്, എനിക്കറിയാം എഞ്ചിൻ വൈസ് അതാണ് ബെറ്റർ, പറയാതിരിക്കാൻ വയ്യ. എഞ്ചിൻ വൈസ് നോക്കുകയാണെങ്കിൽ പറഞ്ഞടിച്ച് പറയാം X9 CB300R നല്ലതാണ്, F നല്ലതാണ്. കുറച്ചും കൂടി പ്രൈസ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് NS400C കിട്ടും. ഏകദേശം ഒരു 5000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ NS400C കിട്ടും. അതാകുമ്പോഴത്തേക്കും കുറച്ച് ഓവർ പവറാണ്. പക്ഷേ മൈലേജിൽ നിങ്ങൾ ശരിക്കും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിക്കാം. ഞാൻ ഓടിച്ചാണ്, എന്നാലും നിങ്ങളെ കാണിക്കാനായിട്ട്. സീറ്റ് ആയിട്ട് പറയണം, കുറച്ചൊന്ന് കൂളാണ്. 815 mm ആണ്, എനിക്ക് ഹാഫ് ഫുട്ടാണ്. ബട്ട് ഗെറ്റ് യൂസ് ടു ആവും, കാരണം ബാക്ക് സസ്പെൻഷൻ ചെറുതായിട്ട് സോഫ്റ്ററാണ്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഞാൻ പറഞ്ഞു വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അത് ഉന്തി തള്ളാനൊക്കെ ഭയങ്കര സുഖമാണ്. 147 കിലോ ഉള്ളൂ. ഈസിലി കൊണ്ടുനടക്കാനായിട്ട് പറ്റും. കൺസോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ടൈമുണ്ട്, RPM മീറ്റർ, ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, സ്പീഡോ ഉണ്ട്, റിയർ ABS ഓടോ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് ഇൻഫോർമേഷനൊക്കെ ഇവിടെ കാണിക്കും. സൈഡിൽ വെക്കുകയാണെങ്കിൽ ബൈക്ക് ഇൻഫോ, ABS സെറ്റിങ്സ്. ഇത് ഭയങ്കര ഇത് കുറവാണല്ലോ, ലൈറ്റ് കുറവാണല്ലോ. ഷിഫ്റ്റ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്വിക്ക് സെലക്ട്, ഫേവറേറ്റ്, അത്രേ ഉള്ളൂ. വേറെ ഫീച്ചറൊന്നുമില്ല. ബേസിക് ആണ്. നമ്മൾ ആ ഒരു RC200 കണ്ടില്ലേ, പ്രീവിയസ് RC200 ഡ്യൂക്ക് 200 സെയിം സാധനം, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സസ്പെൻഷൻ ട്രാവൽ പറയണം, കുറച്ച് കുറവാണെന്നാണ് കേട്ടോ. ഉണ്ട് അവിടെ എടുക്കുക, നമുക്ക് ഇവിടെ എടുക്കാം. ബാക്ക് നല്ല പ്ലഷറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. നല്ല സസ്പെൻഷനാണ്. ടയർ കുറച്ച് ചെറുതായതിൻ്റെ ഒരു പ്രശ്നം കാണുന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് അത്യാവശ്യം ഹാർഡാണ്. മാൻ, പക്ഷേ അത് ശരിക്കും ഫ്രണ്ട് എൻഡ് ഫീല് നന്നായിട്ട് അറിയുന്നുണ്ട്. റോഡിൻ്റെ ചെറിയ ചെറിയ ആൻഡുലേഷൻസ് ആണെങ്കിലും ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഓടിക്കുന്നവർക്ക് പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട, മൈലേജ് ഒന്നും ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട, അഗ്രസീവായിട്ട്. അതായത് MT-നെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് ഇറക്കിയൊരു വണ്ടി തന്നെയാണ്. സ്ലിപ്പർ ക്ലച്ച് ഈസ് വർക്കിംഗ് ബ്രില്യൻ. മാൻ, ഇതെന്താണത്? ഷിറ്റ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും കുഴി ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ കുഴപ്പമില്ല, അതായത് നല്ല കുഴിയായിരുന്നു. അതൊക്കെ അത്യാവശ്യം എടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 2,32,000 രൂപയാണ് കൊച്ചിയിൽ ഓൺ റോഡ് വരുന്നത്. അത് MT-യിലും ഏകദേശം ഐ തിങ്ക് 7,000 അത്ര എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു. ആ പ്രൈസിനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, എക്യുപ്മെൻറ്റ് വൈസ് ഉണ്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് ഏകദേശം സിമിലർ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് അങ്ങനെ ഒരു രണ്ടും വൺ പെർഫോമിങ് വണ്ടിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഡീസൻ്റ് ആണ്, നൈസ്. ഒരു കമ്മ്യൂട്ടർ പ്രോ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ പെർഫോമൻസ് ആണ് രണ്ട് വണ്ടിയെന്ന് എനിക്ക് കണ്ടോ. ഗിയറിങ് 3rd to 4th അത്യാവശ്യം ലോങ് ആണ് കേട്ടോ. 1st to 2nd കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ലോങ് ആയിട്ട് തോന്നുന്നുണ്ട്. വണ്ടിയുടെ ഫ്ലിക്കബിലിറ്റി മാൻ. ബ്രേക്ക് നോക്കട്ടെ. മാൻ വലിയ തിരക്കേടില്ല, അടിപൊളി ബ്രേക്ക് ഞാൻ പറയാനുള്ള. പക്ഷെ ബെറ്റർ ദാൻ, എനിക്ക് MT-യിലും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഇതിന് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് വരുന്നത്, അതിൻ്റെ ഒരു ഇതാണ്. അത് മാറ്റിയിട്ട് നിങ്ങളൊരു നല്ല ബ്രേക്ക് പാഡൊക്കെ ഇടുകയാണെങ്കിൽ സെറ്റാണ്. വണ്ടി 147 കിലോ ഉള്ളൂ. അതായത് Gen 2 ഡിസൈനിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ഇതാണ്. അത് ശരിക്കും നിങ്ങൾ ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. എസ്പെഷ്യലി ട്രാഫിക്കിലൂടെ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിലും നല്ല ഫണ്ണാണ്, ഒരു രക്ഷയില്ല. എനിക്കാണ് ഞാൻ കണ്ട പല റിവ്യൂകളും പറയാൻ വിട്ടുപോയ ഒരു കാര്യങ്ങൾ. അതായത് അവർ പറഞ്ഞില്ല എന്ന് തോന്നിയ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു ഫൺ ഫാക്ടർ തന്നെയാണ്. നല്ല രസമാണ് ഓടിക്കാനായിട്ട്, ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര എൻഗേജിങ് ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു 19 HP വണ്ടി അറ്റ് 147 kg, അതും ഡ്യൂക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ വണ്ടി എത്രത്തോളം ഫണ്ണായിരിക്കും എന്നുള്ളത്. MT ഒക്കെ പോലെ ഫീൽ ചെയ്യും. ബട്ട് MT-നേലും എനിക്ക് ഇൻസ്റ്റൻ്റ്ലി ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സീറ്റ് തന്നെയാണ് കേട്ടോ. അത് പറയണം. റൈഡർ സീറ്റ് എനിക്ക് നല്ല എന്താ പറയുക സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങാടും ഇങ്ങാടും കയറിയിരിക്കാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് സീറ്റാണ്. ഐ തിങ്ക് സീറ്റിൽ എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡ്യൂക്ക് 200 വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് സീറ്റ്. ഹെവി ട്രാഫിക്കിലാണ് ഈ വണ്ടി ശരിക്കും ഷൈൻ ചെയ്യുന്നത്. ശരിക്കും ടൈറ്റ് ആയിട്ടുള്ള ട്രാഫിക്കിലൊക്കെ ഈസിലി കുത്തി കയറ്റി കൊണ്ടുപോകാനും വെട്ടിച്ചു കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ട്. വളരെ കംഫർട്ടബിളാണ്.
ഓ വണ്ടി എന്തൊരു ഫണ്ണാണ് ഓടിക്കാനായിട്ട്, നല്ല ഫൺ. ഓ ഷിറ്റ്, കറക്റ്റ് ഞാൻ മനഃപൂർവ്വം ഇതോടെ എടുത്താണ്, ജസ്റ്റ് ഈ ഒരു ടൈറ്റ് ട്രാഫിക്കൊക്കെ ഒന്ന് ഫീൽ ചെയ്യാനായിട്ട്, എങ്ങനെയുണ്ട് ചൂടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എടുത്തതാണ്. സോ ഫാർ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. ഓ വേണ്ടായിരുന്നു. നമുക്ക് ഷോർട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 4ലേക്ക് ഇടാം. 4ാമത്തെ ഗിയറിൽ 23 പോവില്ല, കടകട അടിക്കും. തേർഡ് ഗിയർ ഇസ് ഫൈൻ. ഓ മാൻ, തേർഡ് ഗിയർ ഇസ് സൂപ്പർ ഫൈൻ. ഓക്കെ, തേർഡ് ഗിയറിൽ 20 ചെയ്യുന്നത്. ഓ അത്യാവശ്യം ട്രാക്റ്റബിൾ ആണ്. ബ്രേക്കിംഗ് എനിക്ക് അത്ര അങ്ങോട്ട് അമേസിങ്, ഒരു ടിപ്പിക്കൽ ബ്രേക്കിംഗ് പോലെ തോന്നില്ല. ഒരാവശ്യം ഉണ്ടായില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കി ഓ മാൻ, ഫാൻ ഓണായി. ഫാൻ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ഗായ്സ് വണ്ടി കൊടുത്തു. ക്യാമറ 2 പ്രാവശ്യം ഓഫായിപ്പോയി. അതാണ് കേട്ടോ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ക്യാമറ ഓണായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ 15,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ഈ ഒരു വണ്ടി ഇറക്കാം കേട്ടോ. 15,000 അടച്ചിട്ട് മന്ത്ലി ഏകദേശം 5,000 7,000 എന്തോ EMI കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇവിടെ അത് കൂടാണ്ട് നമുക്ക് ഈ വണ്ടിക്ക് 2,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ഇയർ അഡീഷണൽ വാറൻറ്റിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് എന്തായാലും എടുക്കുക. കാരണം 10 ഇയർ വാറൻറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ലൈഫ് ടൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ 10 ഇയർ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ സർവീസ് കോസ്റ്റ് 1,200 2,000 ഇടയ്ക്കാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നോർമൽ ബജാജിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നതാണ് പറഞ്ഞത്, മൊട്ട്യൂളല്ല. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, കസ്റ്റമറിന് വേണമെങ്കിൽ മൊട്ട്യൂളിലേക്ക് മാറാം. ബട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ബജാജിൻ്റെ ഓയിൽ ഒഴിക്കാനാണ്. അപ്പോൾ സർവീസ് കോസ്റ്റും അങ്ങനെ പിടിച്ചിരുത്താനായിട്ട് പറ്റും ബജാജിൻ്റെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ. പിന്നെ പാർട്സിൻ്റെ കോസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം ഉണ്ട്. ചില ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. സ്വിംഗാം, ഫോർക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് വണ്ടിയുടെ പാർട്സൊക്കെ നോക്കുകയാണെങ്കിൽ. അല്ലാണ്ട് ജനറൽ സർവീസ് നോക്കുകയാണെങ്കിൽ വലിയ തിരക്കേടില്ല. MTയുടെ ഓപ്പോസിറ്റാണ്. MT പാർട്സ് ചീപ്പാണ്, ബട്ട് സർവീസ് ചില സമയത്ത് കോസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ്, ഇത് സർവീസ് ചീപ്പാണ്, പക്ഷേ ചില പാർട്സൊക്കെ വൻ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. കാരണം ക്യാമറ പോയി. GoPro ആണ് ചൂടായിട്ട് ഓവർ ഹീറ്റായിട്ട് 2 പ്രാവശ്യം ഓഫായി. ഇപ്പോൾ അതേ ഞാൻ നനഞ്ഞ ടീഷർട്ടിൽ വെച്ച് ഉണക്കിയിട്ടാണ് ഇതിൽ